നിൽക്ക്. പോകാൻ വരട്ടെ. ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതറിഞ്ഞിട്ടേ ഞാൻ പോകൂ. പബ്ലിക് റോഡായതുകൊണ്ട് ആട്ടിപ്പുറത്താക്കാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരെ വിളിച്ചു കൂട്ടാം, വിരോധമില്ല. പക്ഷേ സംസാരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ചായിരിക്കുന്നു മാത്രം. എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ഉണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. നിന്റെ ചേട്ടനെ കൊന്ന് നിന്റെ കുടുംബം അനാഥമാക്കിയ ആ ശവന്തീരി പട്ടികളുമായിട്ട് കൂടുതൽ അടുപ്പം നിനക്കാണല്ലോ. ഒഴിഞ്ഞു മാറാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ജനങ്ങളെയും സർക്കാരിനെയും ഒരുപോലെ വഞ്ചിക്കുന്ന ആ കള്ളപ്പണക്കാരുമായിട്ട് നിനക്കെന്താണ് ബന്ധം? മയക്കുമരുന്ന് കച്ചവടം മുതൽ പെൺവാടിപ്പം വരെ നടക്കുന്ന അവരുടെ ഗസ്റ്റ് ഹൗസുകളിൽ നിനക്കെന്താണ് ജോലി? ആർ യു എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ദെയർ പിംപ്? ജനു എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവന്റെ ദുഃഖങ്ങൾ അറിയാവുന്ന ഏക വ്യക്തി നീയാണെന്ന്. അവന് ജോലി കിട്ടാൻ വേണ്ടി നിന്റെ കാതിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ നീ അവൻ അഴിച്ചു കൊടുത്തു. കല്യാണത്തിലെ ചേട്ടൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഒത്തുവന്ന ബന്ധം നീ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. നിന്നെ ഓർത്താണ് അവൻ ആത്മഹത്യ ചെയ്യായിരുന്നു. നിനക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചിരുന്നത്. ആ നീയാണോ ഇന്ന് അവനെ കൊന്ന കഴുകന്മാർക്ക് വേണ്ടി കാവലിരിക്കുന്നത്? എനിക്ക് അവനൊരു സുഹൃത്തു മാത്രമാണ്. പക്ഷേ രക്തബന്ധമുള്ള നിന്നേക്കാൾ ബന്ധം എനിക്ക് അവനോടുണ്ട്. അറിയാം, എല്ലാം എനിക്കറിയാം. മരണത്തിൽ നിന്ന് എന്റെ ചേട്ടനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം. ചെയ്യാത്ത കൊലപാതകം സ്വയം ഏറ്റെടുത്ത് ചേട്ടന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണെന്നും എനിക്കറിയാം. എന്നോട് മാത്രം ചേട്ടൻ എല്ലാം തുറന്നു പറയുമായിരുന്നു. പക്ഷേ നിങ്ങൾ രക്ഷിച്ച എന്റെ ചേട്ടനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളിവിടെ ആദ്യം വന്നപ്പോ തന്നെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, നിങ്ങളെ നേരിടാൻ കഴിയാതെയാണ് ഞാൻ വാതിൽ കൊട്ടി അടച്ചത്. നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയത്. എന്റെ അവസ്ഥ അതായിപ്പോയി. എന്റെ ചേട്ടനെ കൊന്നാണെന്ന് എനിക്കറിയാം. ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ അന്ന് തന്നെ ചേട്ടൻ എനിക്ക് വാക്ക് തന്നിരുന്നു, ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന്. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് അവരന്ന് ചേട്ടനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. വെളുക്കുന്നത് വരെ ചേട്ടന്റെ വരവും കാത്ത് ഞങ്ങൾ ഉറങ്ങാതിരുന്നു. രാവിലെ ആരോ വന്നു പറഞ്ഞു ചേട്ടൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന്. പിറ്റേന്ന് തന്നെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു. അന്ന് വൈകുന്നേരം അന്വേഷണത്തിനായി പോലീസ് വീട്ടിൽ വന്നു. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം. മകന്റെ മരണത്തെപ്പറ്റി പരാതിയുണ്ടല്ലേ? എന്തിനാ പരാതിയൊക്കെ ഇൻസ്പെക്ടർമാരോട് പറയാൻ പോന്നേ? ഇദ്ദേഹം പോലീസ് സൂപ്രണ്ടിന്റെ മകനാ. മന്ത്രിയുടെ അളിയനുണ്ട്, സർക്കിളുണ്ട്. അന്വേഷണം ഉയർന്ന നിലയിൽ തന്നെ ആകാം. സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ആ ഇതും ഒരു നിലയ്ക്ക് സ്റ്റേഷൻ തന്നെയാ. പല നിയമങ്ങളും പരിപാലിക്കപ്പെടുന്നത് ഇവിടെ വെച്ചാ. നമുക്ക് പോകാൻ പോളെ വാ. എങ്ങോട്ട്? കാര്യങ്ങൾ തീരുമാനിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. പട്ടികളെ, എനിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ മകനെ കുത്തുമ്പോമാരെ ഞാൻ വെറുതെ കൂടിയില്ല. ഞാൻ അക്ഷരം പഠിപ്പിച്ച 1000കണക്കിന് പിള്ളേരുണ്ട് ഈ നാട്ടില്. അവരെ കൊണ്ട് ഞാൻ പകരം ചോദിപ്പിക്കും. നിങ്ങളുടെ മകന്റെ മരണത്തിൽ നിങ്ങൾക്ക് പരാതിയില്ല, ഉണ്ടോ? ഇല്ല. ഇന്നു മുതൽ ഞാൻ പറയുന്നതേ നീ കേൾക്കൂ.
ജീവിതകാലം മുഴുവനും അവരുടെ അടിമയാവാതെ നിവർത്തിയില്ലെന്ന് വന്നു. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല. വയസ്സായ അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ. കരയാതി, ആരും സഹായത്തിനില്ലെന്നോർത്ത് വിഷമിക്കരുത്. ജനുവിന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. അങ്കിളെ, വക്കീലങ്കിളിന് എങ്ങനെയുണ്ട്? എന്തേ? അങ്കിളിന് അടി കിട്ടിയോ? അടിയോ? അപ്പൊ അങ്കിൾ അറിഞ്ഞില്ലേ? വക്കീലങ്കിളിനെ ആരോ അടിച്ചു. ആശുപത്രിയിലാന്ന് ഫോൺ വന്നു. അപ്പൊ മുത്തശ്ശിയും അമ്മാവനും അങ്ങോട്ട് പോയിരിക്കാം. ഭാഗ്യമുള്ള ആളാ വക്കീല്. അല്ല, ഈ മുഖത്ത് കൊണ്ടാടി കണ്ണിലായിരുന്നെങ്കിലോ? എന്നാ പിന്നെ സൗകര്യായി. ഈ മോന്ത കാണാതെ കഴിയല്ലോ. കുഞ്ഞിക്കണ്ണ, ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്. വക്കീലെ, നമുക്ക് ആ വീട് മാറുക. ഒരു നാശം പിടിച്ച വീടാണ്. പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുകൊണ്ട് എന്തെല്ലാം പുലിവാലികളാണ്. വെറുതെ വീടിനെ പറ്റി നീ കുറ്റം പറയരുത്. ഒരു കൊലപ്പുള്ളി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ ഞാനാ ഉത്തരവാദി. ഓ, നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താന്ന് പറഞ്ഞാൽ മതി. അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ പേഴ്സിനകത്ത് പൈസ ഇരിപ്പുണ്ട്. ആ, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആ, ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറ്റി അയക്കുക. വളരെ നല്ലേ. കൂടെ നീയും കയറി പോയിക്കോ. ഏ, കൂടെ നീയും കയറി പോയിക്കോന്ന് ബ്ലഡി ഫൂൾ. എന്താ ഉണ്ടായത്? 7 അടി 3 ചവിട്ട്, ഇരുമ്പ് കട്ട കൊണ്ടുള്ള ഇടി, കനത്തത് 2 എണ്ണം, പിന്നെ പുറത്തു പറയാൻ കൊള്ളാത്ത ഭാഷയിലുള്ള കുറെ ചീത്തയും. ഇത് വെറും അഡ്വാൻസ് ആണത്രേ. ആരാ ഇത് ചെയ്തത്? പിടിക്കുന്നതിന് മുമ്പ് മേൽവിലാസം ചോദിച്ചില്ല. എന്തായാലും നാളത്തെ അവാർഡ് ഫംഗ്ഷന് ഞാൻ വരാം. മറ്റന്നാൾ പരോള് കഴിഞ്ഞ് താൻ തിരിച്ചു പോകുമല്ലോ. അത് കഴിഞ്ഞേ ഞാൻ വീട്ടിലേക്കുള്ളൂ. ഇവിടെ കുറച്ചുകൂടെ സേഫാണ്. വക്കീലെ, നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിപ്പോ ഗീതയെ കണ്ടിരുന്നു. അച്ഛന് നല്ല സുഖമില്ല. ഞാൻ നാളെ വരാന്ന് പറയും. കയറൂ. ഇത്രയും കാലം കൂടെ നിന്നിട്ടും നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ല. അനുസരിക്കാൻ അറിയാവുന്നവളായിരുന്നു നീ. ഞങ്ങൾ ഏൽപ്പിച്ച ജോലികളൊക്കെ വളരെ ഭംഗിയായി നീ ചെയ്തിട്ടുമുണ്ട്. ഒരു പരിധിവരെ ഞങ്ങളുടെ രഹസ്യങ്ങൾ നിനക്ക് അറിയുകയും ചെയ്യാം. ആ അറിവ് ഞങ്ങൾക്കെതിരായി ഉപയോഗിക്കാം എന്ന് നീ കരുതിയിട്ടുണ്ടാവും. കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു പുതിയ രക്ഷകൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. സർ, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സർ. ബെൻ നരേന്ദ്രൻ നിന്റെ ആരാ? ആരുമല്ല. അയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിന്റെ വീട്ടിൽ വരുന്നത്? വരണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും വന്നു അല്ലേ? വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ ജ്യേഷ്ഠൻ ചെയ്ത കൊലപാതകം സ്വയം ഏറ്റെടുത്ത് ജയിലിൽ പോയ ത്യാഗിയല്ലേ. നമ്പ്യാരും ഒരു വിധിയാണെന്ന് കരുതുന്നുണ്ടാവും അവൻ. നാളത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ ഇരുമ്പഴിക്കുള്ളിലേക്ക് തിരിച്ചു പോകുന്നവനാണല്ലോ എന്നോർത്താണ് ഞാൻ കണ്ണടച്ചത്. അതിനിടയ്ക്ക് എനിക്കെതിരായി അവൻ കരുക്കൾ നീക്കാൻ തുടങ്ങി. ആദ്യം ആ പത്രക്കാരൻ ജോൺ സക്കറിയ, ഇപ്പോൾ നീയും. സാക്ഷി പറയാൻ ആളുണ്ടെങ്കിൽ തെളിയാത്ത കേസുകൾ തെളിയിക്കാമല്ലോ അല്ലേ?
അത്ര പെട്ടെന്ന് തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇല്ല സാർ, നിങ്ങൾക്കെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. എന്നെ ഉപദ്രവിക്കരുത്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ മറ്റാരുമില്ല. പേടിക്കുന്ന എന്തിനാ? നീ ഞങ്ങളുടെ ആളല്ലേ. നിന്നോട് ഞങ്ങൾക്ക് എന്നും സ്നേഹമാണ്. ഞാൻ പോട്ടെ സാർ. നീ പോയിക്കോ. ഞാൻ തന്നെ ബെൻ നരേന്ദ്രൻ. ഇന്നത്തോടെ എന്റെ പരോള് തീരുക. തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. സമൂഹത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളുമാണല്ലോ. നിയമത്തിന്റെ മുമ്പിൽ നിങ്ങൾ എന്നും സത്യസന്ധന്മാർ. നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് തെളിവുകളില്ല, സാക്ഷികളില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമായിരുന്നു ജനു. മുഖംമൂടിയില്ലാത്ത പത്രപ്രവർത്തകൻ ജോൺ സക്കറിയ, നിഷ്കളങ്കയായ ഗീത. 3 പേരെയും നിങ്ങൾ കൊന്നു. അതിനുള്ള ശിക്ഷ 3ആയി വീതിച്ച് നടപടികൾ സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. ജഡ്ജ് ഞാൻ തന്നെ. ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ബെൻ നരേന്ദ്രൻ. എന്റെ കോടതി, എന്റെ നിയമം. വക്കീലന്മാരും വാദങ്ങളും അപ്പീലും ഈ കോടതിയിലില്ല. ശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാരും ഞാൻ തന്നെ. നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് ഞാൻ പറഞ്ഞു തരുന്ന വാചകങ്ങൾ അവരോട് പറയണം.
കൃത്യസമയത്ത് തന്നെ പുള്ളി എത്തിച്ചേരായിരിക്കും അല്ലേ? നമസ്കാരം. വന്നട്ടെ. എന്താ ഇത്ര ലേറ്റ് ആയത്? ഹേയ്, നരേന്ദ്ര വന്നു. ഇല്ല, ഞാൻ ഈ നേരം വരെ കാത്തു നിന്നു. ബെൻ എവിടെ വക്കീലേ? ഇപ്പൊ വരും. അത്യാവശ്യമായ എന്തോ കാര്യത്തിന് പോയതാ. കുഴയ്ക്കോ? ഇല്ലെന്നേ, പരിപാടി തുടങ്ങുമ്പോഴേക്കും പുള്ളിയും എത്തും. നമസ്കാരം. പറഞ്ഞ സാർ. സുഹൃത്തുക്കളെ, പരിപാടികൾ ആരംഭിക്കാറായി. നമ്പ്യാരെ ആയിരിക്കും അന്വേഷിക്കുന്നത് അല്ലേ? അയാൾ കുറച്ചു മുമ്പ് മരിച്ചുപോയി. കൊന്നത് ഞാൻ തന്നെ. അറിയപ്പെടാതെ പോയ ഒരുപാട് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നിച്ചാണല്ലോ ചെയ്തിരുന്നത്. അതുകൊണ്ട് ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചേ തീരൂ. മന്ത്രിയുടെ ബന്ധുവായാലും പോലീസ് സൂപ്രണ്ടിന്റെ മകനായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. സാഹിത്യകാരന്മാർ സമൂഹത്തിന്റെ രക്ഷകരാണ്. അവർ സമൂഹത്തിലെ തിന്മകളെക്കുറിച്ച് എഴുതിയാൽ മാത്രം പോരാ, തിന്മകൾക്കെതിരായി ശക്തമായി പോരാടുകയും വേണം. പണവും സ്വാധീനവും ഉപയോഗിച്ച് പാവങ്ങളെ കൂടുതൽ പാവങ്ങളാക്കുകയും അവരുടെ ശവക്കൂനകൾക്ക് മുകളിൽ ദന്തഗോപുരങ്ങൾ പണിയുകയും ചെയ്യുന്ന സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഇവിടുത്തെ എഴുത്തുകാരന് കഴിയണം. ശരണാലയം എന്ന നോവലിൽ ഗ്രന്ഥകർത്താവായ ശ്രീ ബെൻ ശവപ്പറമ്പിൽ പോലും വ്യഭിചരിക്കപ്പെടുന്ന ശപിക്കപ്പെട്ട സ്ത്രീജന്മത്തെ വരച്ചു കാട്ടിയിരിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അസുരജന്മങ്ങളെ ഉന്മൂലനാശം ചെയ്യാൻ സ്വാർത്ഥതയില്ലാത്ത സാഹിത്യകാരന്മാർക്ക് കഴിയും.
അടുത്തതായി അവാർഡ് വിതരണം. ശ്രീ ബെൻ നരേന്ദ്രൻ ഇതുവരെ എത്തിച്ചേരാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ അഡ്വക്കേറ്റ് PS നെന്മാറയെ ഈ അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബെൻ വന്നു. Behind every fortune, there is a crime. ഓരോ വിജയത്തിന്റെ പിന്നിലും നിയമത്തിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു കുറ്റമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിജയിച്ച ദിവസമാണ് മനസ്സാക്ഷിയുടെ അംഗീകാരം കിട്ടിയ ആദ്യ ദിവസം. 3 സാമൂഹ്യ ദ്രോഹികളെ ഞാൻ കൊന്നു. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായി ചെയ്ത കൊലപാതകം. എന്റെ സ്നേഹിതൻ ജനു കൊല്ലപ്പെട്ടു. കള്ളപ്പണത്തിന്റെ സ്വാധീനം അതൊരു ആത്മഹത്യയാക്കി മാറ്റി. വിലയ്ക്ക് വാങ്ങിയ നിയമത്തിന്റെ കറുത്ത കോട്ടുകൾ മറയാക്കി കൂലിക്കെടുത്ത സാക്ഷികളെ കോടതി മുമ്പാകെ നിരത്തി ഭഗവത്ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും സാക്ഷി നിർത്തി അവർ സത്യത്തെ കശാപ്പ് ചെയ്തു. സമൂഹത്തിൽ പാവക്കൂത്ത് നടത്തുന്ന ആ കാപാലികന്മാരെ പേടിച്ച് സ്വന്തം ശരീരം പോലും ആ ദ്രോഹികൾക്ക് വിൽക്കേണ്ടി വന്ന പാവപ്പെട്ട എന്റെ അനുജത്തി ഗീതയും ഇന്നലെ കൊല്ലപ്പെട്ടു. നിയമത്തിന്റെ കണ്ണിൽ അതും ഒരു അപകടമരണം. ആ ശവന്തീനി പട്ടികൾക്ക് മരണശിക്ഷ വിധിച്ച് എന്റെ കോടതിയിൽ ഞാൻ ജഡ്ജിയായി. ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ റൈറ്റ്. പോകാൻ സമയമായി. എന്റെ പുസ്തകത്തെയും എന്നെയും സ്നേഹിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും എന്നെ പരോളിലിറക്കി ബുദ്ധിമുട്ടേണ്ടി വരും. പരോളിലിറങ്ങി ഒരു കൊലപ്പുള്ളി കൊലപാതകം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം. പാഴായി പോകുമായിരുന്ന ഒരു ജന്മമാണ് എന്റേത്. ഇന്ന് അതിനൊരു അർത്ഥമുണ്ടായി. തനിക്ക് തരാൻ ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. താങ്ക്സ് ഫോർ എവരിത്തിങ്.